ഇനി നമുക്ക് പുറത്ത് കുറച്ച് വണ്ടികളുണ്ട്, അതും കൂടി പോയി നോക്കിയാൽ നേരത്തെ നോക്കിയിട്ടുണ്ടാവില്ല. പ്ലഷർ ഉണ്ട്, ഹോണ്ടയുടെ നേവി, നമ്മുടെ കുഞ്ഞിൻ വണ്ടി, അതുപോലെ തന്നെ ഡിയോ, വിഗോ, നേരത്തെ കണ്ട 220 ഹോണ്ടയുടെ യൂണിക്കോണും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്റെ അമ്മ എന്തുട്ട് ചൂടാകുമ്പോൾ ഇവിടെ കുറച്ച് വല്ല അൽഫാമോ നമുക്ക് ഉള്ളിലുള്ള വണ്ടീന്റെ എടുക്കാം. വെറുതെ അല്ലാത്ത എല്ലാവരും പാലക്കാട് ഇത്ര ചൂടാന്ന് പറയണത്. അയ്യോ എളുപ്പമല്ല ചൂട്. ഹായ്, നിങ്ങൾ യൂസ്ഡ് സെക്കൻഡ് ഹാൻഡ് ബൈക്ക് നോക്കുന്നുണ്ടോ? എന്നാൽ വെറും 10,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഒരു ബൈക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. അത് പഴയ 10,000 രൂപ തൊട്ടിട്ട് വണ്ടിയും ഉണ്ട്, അതേപോലെ തന്നെ 10,000 രൂപ തൊട്ടിട്ട് നമുക്ക് പുതിയ മോഡൽ വണ്ടി ഫിനാൻസ് ചെയ്തിട്ടും ഇവിടുന്ന് കിട്ടുന്നതാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും മോഡൽസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ വണ്ടി പക്ക കണ്ടീഷനും ആയിരിക്കും. കാരണം 1 മാസത്തോളം ഇവർ നമുക്ക് വാറണ്ടി തരുന്നുണ്ട് എല്ലാ വണ്ടികൾക്കും. നമുക്ക് ഇവിടെ ഏതൊക്കെ വണ്ടി ഉണ്ട് കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് മൊത്തത്തിലുള്ളത്. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ഓക്കെ, നമുക്ക് കൃഷ്ണ മോട്ടോഴ്സിന്റെ സെയിൽസ് സ്റ്റാഫ്, അതുപോലെ തന്നെ ഒരു 5-8 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമ്മുടെ നസറുഖാന്റെ അടുത്ത് തന്നെ നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും മൊത്തം ചോദിക്കാം. ഏതൊക്കെ വണ്ടി അവൈലബിൾ ആണ്, പിന്നെ ഇവരുടെ കണ്ടീഷൻസും കാര്യങ്ങളും, അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും മൊത്തം ചോദിക്കാം. നസറുഖ ഹായ്. നമുക്ക് നസറുഖ ഇവിടെ ഇപ്പൊ ഏകദേശം ഷോപ്പ് ഏകദേശം എത്ര വർഷമായി? നമ്മള് അത് റീസെന്റ് ഇങ്ങനെ മാറിയിട്ട് അതായത് നമ്മള് കട കുറച്ച് തൊട്ട കോംപ്ലക്സ് അതെ നമ്മളൊരു 12 വർഷമായിട്ട് നമ്മള് ഈ പ്ലേസിൽ നൂറിനിൽ വന്നിട്ടുണ്ട്. ഈ കട ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ 2 വർഷമായി. 14 വർഷത്തെ ഒരു അതിലിപ്പോ ഞാൻ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു 8 വർഷത്തിന്റെ എല്ലാ കമ്പനിയുടെ എല്ലാ വേരിയന്റ് ആയിട്ടുള്ള മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ എങ്ങനെ റേറ്റ് വരും? ഇപ്പൊ നന്ദേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10,000 രൂപ തൊട്ടിട്ട് നമുക്ക് ഇവിടെ വണ്ടി അവൈലബിൾ ആണ്. പിന്നെ ഫിനാൻസും കാര്യങ്ങളും വേറെ 10,000 രൂപ തൊട്ടിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റുന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇപ്പൊ വണ്ടി നമുക്ക് ഏതൊക്കെ ഇപ്പൊ നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ? നമുക്കിപ്പോ സ്പോർട്സ് ടൈപ്പിലാണെങ്കിലും അതുപോലെ ചെറിയ മോഡൽസിലാണെങ്കിലും ഹീറോ ഹോണ്ടന്റെ പാഷൻ മുതൽ എല്ലാം സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് 12,000 ആ ബഡ്ജറ്റിലാണ്. നമുക്ക് പാഷൻ പ്ലസ് അതുപോലെ ഹീറോ ഹോണ്ടന്റെ സ്പ്ലെൻഡർ അല്ലെ ചെറിയ മോഡൽസും ഉണ്ട്. അത് എക്സ്പേർട്സ് ഹൈനസ് മോഡൽ എല്ലാ മോഡൽസും അവൈലബിൾ ആയിട്ട്. നമുക്കിപ്പോ നമ്മുടെ വണ്ടിയോട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നടന്നിട്ട് വന്നാലോ? ഓക്കെ, നമുക്ക് ഈ റൂമിലുള്ളത് നോക്കാം. ഇതിപ്പോ NS ഏത് മോഡലാണ് വരുന്നത്? 2021 മോഡലാണ്. 21 മോഡൽ. ഓക്കെ, എത്ര കിലോമീറ്റർ ഏകദേശം ഓടിയിട്ടുണ്ട്? ABS മോഡലാണ്. 26,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പൊ പൾസറിന്റെ ഏത് മോഡലൊക്കെ വരുന്നത്? അത് പൾസർ 125 ആണ്. 125. ഓക്കെ, 22 മോഡൽ. 22 125. അതെ. ഓക്കെ ഓക്കെ. അത് എത്ര കിലോമീറ്റർ ഏകദേശം? അത് നമുക്ക് 18,000 കിലോമീറ്റർ ഓടിയിട്ടു. അതുപോലെ പാഷൻ പ്രോ ഉണ്ട്. 2022 മോഡലിന് പാഷൻ പ്രോ ഉണ്ട്. ഓക്കെ. അതുപോലെ ഗ്ലാമർ മോഡൽ. ഇത് നമുക്ക് ഏറ്റവും പുതിയ മോഡൽ വരുന്നത് അത് ഗ്ലാമറിന്റെ ഗ്ലാമർ ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു എഡിഷനിലാണ്. ടോപ്പ് വേരിയന്റ് ആണ്. ഇതിന്റെ ഗ്ലാമറിൽ തന്നെ നോർമൽ സാധാ വേരിയന്റുകളുണ്ട്, സാധാ ബേസിക് മോഡലുണ്ട്. ഇത് എക്സ്ടെക് പറയും. പുതിയതിന് നമുക്ക് 1.16 1.18 വില വരുന്നുണ്ട്. ഇവിടെ നമ്മൾ 2022 ഇവിടെ പറയുന്നത് നമുക്ക് 75 ബഡ്ജറ്റ്. ഫിനാൻസ് തന്നെ നമുക്ക് ഒരു 60 വരെ ലോണേ കിട്ടുന്നു. 60 വരെ ഇതിൽ ലോൺ ഡൗൺ പേയ്മെന്റ് ഒരു 15 ഒക്കെ ഉണ്ടെങ്കിൽ പാർട്ടിക്ക് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാനായിട്ട് പറ്റും. 2022 നമുക്ക് 12ാം മാസം. 23 തന്നെ പറയാം. 10 ദിവസത്തെ വ്യത്യാസത്തിലേ ഉള്ളൂ. പക്ഷെ എന്താണ് 22 തന്നെയല്ലേ? ഇത് നമുക്ക് സ്പ്ലെൻഡറിന്റെ അതായത് നമുക്ക് സാധാ മീറ്ററും വരുന്നത്, പിന്നെ ഈ നിയോൺ ഡിജിറ്റൽ മീറ്റർ. ഇത് പുതിയതിന് 1.4 വില ഉണ്ട്. 2022 മോഡലാണ്. ഇത് നമുക്ക് കൊടുക്കാം ഒരു 75 കൊടുക്കാം. 75 കിലോമീറ്ററും കുറവാണ്. ഇതിന്റെ സാധാ മീറ്റർ ആകുമ്പോൾ നമുക്ക് ഇതിനോട് 10 രൂപ കുറയും. ഒരു 65 രൂപക്ക് ഇതേ മോഡൽ സാധാ മീറ്റർ കൊടുക്കാൻ പറ്റും. ഡിജിറ്റൽ മീറ്റർ ആയതുകൊണ്ടാണ് ഈ ഒരു ചെറിയ വേരിയന്റ് വരുന്നത്. ഇത് പിന്നെ നമ്മുടെ ഷൈൻ, ഹോണ്ടന്റെ വണ്ടിയാണ് ഷൈൻ. യൂണിക്കോണിന്റെ കാര്യം തന്നെ അറിയപ്പെടുന്ന നല്ല എഞ്ചിനാണ്. അതിന്റെ പോലെ തന്നെ ഹോണ്ടന്റെ എഞ്ചിൻ പറയുമ്പോ ആരും ധൈര്യത്തിൽ വിശ്വസിച്ചെടുക്കും കൊടുക്കാനായിട്ട്. ഒരിക്കലും ചതിക്കാത്തൊരു എഞ്ചിനാണ് ഹോണ്ടയുടെ എഞ്ചിൻ. ഷൈന്റെ SP മോഡലാണ്. 2018 മോഡൽ. കിലോമീറ്റർ ഒക്കെ ഏകദേശം എല്ലാം കുറവാണ്. ഏകദേശം 32,000 34,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. ഇത് നോക്കിയപ്പോ എല്ലാ വണ്ടികളും ഒരു 40,000 ആ റേഞ്ച്. വലിയ ഒരുപാട് കിലോമീറ്റർ നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ എടുക്കുന്നത് കസ്റ്റമറിന് കൊടുക്കുന്ന എഞ്ചിൻ വാറന്റിയാണ്. ചെക്കിംഗ് വാറന്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം നമ്മൾ വണ്ടി എടുക്കുമ്പോൾ എല്ലാം ചെക്ക് ചെയ്യും. ഇവിടെ 2 മെക്കാനിക്കുമാരുണ്ട്. അപ്പൊ അവിടെ തന്നെ അവരെന്നെ എല്ലാം ഓയിൽ അടക്കം എല്ലാം ചെക്ക് ചെയ്ത് 1 ലക്ഷം കോടി വരെ നമുക്ക് എഞ്ചിന്റെ കണ്ടീഷൻ ഉണ്ടാവും. അപ്പൊ നമ്മള് ഒരുപാട് അധികം കിലോമീറ്റർ ഓടാത്തത്, ചെറിയ കിലോമീറ്റർ ഓടി നോക്കി വണ്ടി നല്ല വണ്ടി നോക്കിയിട്ട് എടുക്കാറുള്ളത്.
പിന്നെ ഇതിപ്പോ വരുന്ന NS നമ്മുടെ നമ്മൾ 2020 കണ്ടു. ഇത് 2018 മോഡൽ 200 cc ആണ്. 160 ഇറങ്ങുന്നുണ്ട്. പക്ഷെ നമ്മൾ 200 ആണ് കൂടുതൽ നമ്മൾ എടുക്കുന്നത്. 160 നമുക്ക് എൻക്വയറി കുറവാണ്. അധികം ആൾക്കാർക്ക് ഇതിന്റെ ഒരു പവർ എന്ന് പറഞ്ഞ വേറെ ലെവൽ പവറാണ്. അത് കൈ കൊടുത്ത് കയറി കൊണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ഇപ്പം പയ്യന്മാർക്ക് എത്രക്ക് വലിയ വണ്ടികൾ ഇറക്കിയാലോ NSന്റെ ഒരു ഡിമാൻഡ് വേറെ. അത്യാവശ്യം റേറ്റും കാര്യങ്ങളും 2018 മോഡലാണ് വരുന്നത്. ഏകദേശം ലോൺ എമൗണ്ട് തന്നെ ഏകദേശം 60,000 വരെ 15,000 രൂപ ഡൗൺ പേയ്മെന്റ് 15,000 രൂപയുടെ നമുക്ക് വണ്ടി ഇറക്കി പോകാൻ കഴിയും. ഏകദേശം എന്ത് ബഡ്ജറ്റ് വരുന്നത് 75 രൂപ 75 രൂപ 2018 മോഡൽ. ഓക്കെ. പിന്നെ ഇത് വീണ്ടും ഒരു സ്പെൻഡർ. ഇത് മറ്റേ ഡിജിറ്റൽ മീറ്റർ അല്ലാതെ ഇതാണ് ഞാൻ പറഞ്ഞത്, സാധാ മീറ്റർ ഉണ്ട്. ഇത് അതേ മോഡൽ തന്നെയാണ്, പക്ഷെ നോർമൽ സാധാ മീറ്റർ ആണ്. 2022 മോഡല് നമുക്ക് ഒരു 65 രൂപ കൊടുക്കും. നമ്മൾ അത് 75 ആണ് കണ്ടത്. നമ്മൾ ഡിജിറ്റൽ മീറ്റർ ഇതാകുമ്പോൾ 65 രൂപ. ഏകദേശം 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് എല്ലാവർക്കും ആവശ്യങ്ങൾ ഈ സ്കൂട്ടർ ടൈപ്പ് ആണ്. ഇവിടെ കൂടുതൽ നമുക്ക് ബൈക്കിനെക്കാട്ട് കൂടുതൽ സെയിൽ ആയി പോകുന്നത് നമുക്ക് സ്കൂട്ടേഴ്സ്. അത് കിട്ടാനും പാടാണ്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ട്രാഫിക്കിൽ യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും അടിപൊളി സ്കൂട്ടർ ടൈപ്പ് ആണ്. സ്കൂട്ടർ ടൈപ്പ് നമുക്ക് ഏതൊക്കെ ഇപ്പൊ പുതിയ മോഡൽ പറയുമ്പോൾ 2023 ജൂപ്പിറ്ററിന്റെ 110 cc ഉണ്ട് ZX. ഇതിന് 125 ഉണ്ട്, 126 ഉണ്ട്. രണ്ട് ടൈപ്പ് വരും. ഇതാകുമ്പോൾ നമുക്ക് ഒരു 55 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. പുതിയ മോഡലായ BS6 കേരളം പാലക്കാട് സിംഗിൾ ഓണർ വണ്ടിയാണ്. ആകെ നമുക്ക് 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പ്രൈസ് നമുക്ക് റേറ്റ് വരുന്നത് 85. എന്നാലും സംസാരിച്ച് പാർട്ടി നമുക്ക് 7000 കിലോമീറ്റർ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാനും പറ്റും. 10,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാനായിട്ട് പറ്റില്ലേ? ഓക്കെ. അപ്പൊ പിന്നെ പുതിയൊരു വണ്ടി എടുക്കണതിന്റെ ഒരു തന്നെ. പിന്നെ ഇത് ഹീറോന്റെ ഒരു പുതിയൊരു മോഡലാണ്, സൂം പറഞ്ഞൊരു മോഡൽ. ആരും കണ്ടിട്ടില്ല, വണ്ടി തെറ്റാണ്. അധികം ഇറങ്ങാത്തൊരു വണ്ടിയാണ്. 2023 ആണ്. 23 രണ്ടാം മാസം. കിലോമീറ്ററും കുറവാണ്. കിലോമീറ്റർ കുറവാണ്. ഇത് ആകെ നമുക്ക് 6500 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 6500. പിന്നെ നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള പറയേണ്ട ആവശ്യമില്ല. ഡിയോന്റെ പിന്നെ എല്ലാ ഇഷ്ടംപോലെ ഫാൻസ്. 2019 ആണ് മോഡൽ വരുന്നത്. 2019. അത് കിലോമീറ്റർ കുറവ് തന്നെയാണ് ഓടിയത്. കിലോമീറ്റർ ഏകദേശം 28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പാലക്കാട് വണ്ടിയാണ് കൂടുതൽ ഇവിടെ എടുക്കുന്നത്. പാലക്കാട് വണ്ടിയാണ്. അടുത്ത നമ്മുടെ കേരള KL51, KL50, KL41. ഇവിടെ അടുത്തുള്ള ഒരു രജിസ്ട്രേഷനുള്ള വണ്ടികൾ കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നത്. ഈ KL1, KL7 ഇതൊക്കെ നമുക്ക് എൻക്വയറി കുറവാണ്. കൂടുതൽ ആൾക്കാരോട് വരുമ്പോ പാലക്കാട് വണ്ടി ഉണ്ടോ ചോദിച്ചത് വരും. കൂടുതലായി നമ്മളപ്പോ കൂടുതൽ നോക്കി വരാം. കൂടുതൽ നമുക്ക് പാലക്കാട് പട്ടാമ്പി അങ്ങനെയുള്ള രജിസ്ട്രേഷൻ ഏരിയ. പിന്നെ ഇതിപ്പോ ആക്റ്റീവ 125. അത് മോഡൽ 2022 ആണ്. 3-ാം മാസമാണ് വരുന്നത്. അതെ. പിന്നെ അതും കിലോമീറ്റർ കുറവ് ഡബിൾ സൈഡ് ആയിട്ടുള്ള കളറായിട്ട്. ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. അത് ആക്റ്റീവ 125 പ്രീമിയം പറയും. പ്രീമിയം എഡിഷൻ ആണ്. 2022 ആണ്. ഇതാകുമ്പോൾ നമുക്ക് ഒരു 85 രൂപ കൊടുക്കാം. ഇത് പിന്നെ എൻഡോർക്കിന്റെ തന്നെ റൈസ് എഡിഷൻ പറഞ്ഞൊരു അറിയാലോ നിങ്ങൾക്ക്. റൈസ് എഡിഷൻ ഇതിന്റെ സാധാരണ റൈസ് എഡിഷൻ ഉണ്ട്, സ്ക്വാഡ് എഡിഷൻ ഉണ്ട്. സ്ക്വാഡ് എഡിഷൻ ആണ് നമുക്ക് കുറച്ച് വില കൂടിയത്. ഇതിന്റെ റൈസ് എഡിഷൻ അതിന്റെ ഇടയിലുള്ള ബ്ലൂടൂത്ത് വേരിയന്റ് ആണ്. റൈസ് ബ്ലൂടൂത്ത് വേരിയന്റ് ആണ്. 2021 മോഡല്, 2021 രജിസ്ട്രേഷൻ ആണ്. ഒരു 67 രൂപ കൊടുക്കാൻ പറ്റും. പുത്തൻ ടയറൊക്കെയാണ് കിടക്കുന്നത്. ടയറൊക്കെ കുറവാണെങ്കിൽ നമ്മൾ തന്നെ പുതിയ ടയറെല്ലാം എല്ലാ കാര്യങ്ങളും മാറ്റി കൊടുക്കും. ഈ 10-300 സെക്കൻഡ് ടയറുകളും റീസോൾട്ട് ടയറുകളൊക്കെ നമ്മൾ അത് ഇട്ട് കൊടുത്ത് നാളെ മേലൊക്കെ എന്തെങ്കിലും സുസ്കിയുടെ വണ്ടിയാണ് അവനീസ്. 125 cc ആണ്. നമ്മുടെ ആക്സിസിന്റെ വേറൊരു മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വടക്കോട്ട് 2022 മോഡലാണ്. 14 കിലോമീറ്റർ ഓട്ടം ഉണ്ട്. 125 cc ആണ്. നല്ല വണ്ടിയാണ്. സുസ്കിയുടെ നല്ലൊരു നമുക്ക് ആക്സിസിന്റെ ഇതൊക്കെ ഒരേ എഞ്ചിനാണ് അടിപൊളി. കാരണം നമുക്ക് പവർ ഒരു സ്പോർട്ടി പവർ ആണ് കിട്ടുന്ന വണ്ടി. മൈലേജ് നമുക്ക് സുസ്കിയുടെ വണ്ടി ആകുമ്പോൾ പെട്രോൾ കുറച്ച് കുടിക്കുന്നുണ്ട്, പെർ സെക്കൻഡ് കേട്ടിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് 50 കിലോമീറ്റർ മൈലേജ് 125 cc ഉണ്ടല്ലോ. സാധാരണ നമുക്ക് പുള്ളിങ് കൂടുമ്പോൾ മൈലേജ് കുറയും. 125 തന്നെ നമുക്ക് 50 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. ഡീസന്റ് മൈലേജ് ആണ്. ഇത് മെയിൻ ആയിട്ട് നമുക്ക് ഹൈബ്രിഡ് എഡിഷൻ ആണ്. ഹൈബ്രിഡ് മീൻസ് അറിയാൻ നിങ്ങൾക്ക് അതായത് അത് മൈലേജ് ഇതിന് നമുക്ക് പകുതി അത് ഒരു ഇലക്ട്രിക് സപ്പോർട്ട് ഉണ്ട്. ഹൈബ്രിഡ് അത് യമഹന്റെ ഈ റേസെറ്റാറും ഫാസിനോ 125 ഇതിന് മാത്രമാണ് ഹൈബ്രിഡ്. കാറുകളിലൊക്കെ വരുന്ന ഒരു സിസ്റ്റം ആണ്. അതായത് ഈ ഹൈബ്രിഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞാൽ ഈ വണ്ടിക്ക് നമുക്ക് കുറച്ച് ഇലക്ട്രിക് സപ്പോർട്ട് കിട്ടും. മീൻസ് അതായത്
നമുക്ക് ചെറിയൊരു ഇലക്ട്രിക് സപ്പോർട്ടുള്ള നമുക്ക് മൈലേജ് 65 വരെ മൈലേജ് കിട്ടും. ഇപ്പൊ സ്കൂട്ടേഴ്സ് തന്നെ ഏറ്റവും ടോപ്പ് മൈലേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സെറ്റാർ ഫാസിനോ ഹൈബ്രിഡിന്റെ മോഡൽ 2022 8 മാസം വണ്ടിയാണ്. കിലോമീറ്റർ നമുക്ക് കിലോമീറ്റർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കി. കിലോമീറ്റർ ഏകദേശം 14,000 കിലോമീറ്റർ. ഓട്ടം മൊത്തം എല്ലാ വണ്ടിയും പ്രൈസ് നമ്മൾ പറയണത് 70 അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ നേരിട്ട് വന്ന വണ്ടിയാണ്. ഇത് പിന്നെ എല്ലാവരുടെയും ആവശ്യമില്ല. കാരണം എപ്പോഴും മാർക്കറ്റ് റേസ് ചെയ്യാനുള്ള ഒരേ ഒരു വണ്ടിയാണ് ആക്റ്റീവ് 60 ആണ് വരുന്നത്. 19,000 കിലോമീറ്റർ ഓട്. ഇത് നമുക്ക് പറയണത് 2020 68 രൂപയാണ്. 2020 68 രൂപ. നേരിട്ട് വന്ന ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് തരും. പിന്നെ ഇത് നമ്മുടെ വെസ്പ. ഇതും സ്കൂട്ടേഴ്സിൽ നമുക്ക് അതായത് പ്രീമിയം വണ്ടി അത് നമുക്ക് കാറുകളിൽ ബെൻസ് ഇതുപോലെ തന്നെ സ്കൂട്ടേഴ്സിന് വില കൂടി ഇതിനൊക്കെ നല്ല വിലയാണ്. 2019 മോഡലാണ്. നമുക്ക് പ്രൈസ് വരുന്നത് 70 രൂപയാണ്. 2019 ഓട്ടം നമുക്ക് വെസ്പയുടെ 150 cc ആണ്. 150 cc ആണ്. ആ രണ്ട് വേരിയന്റ് വരുന്നുണ്ട്. ആകെ 21,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ നമുക്ക് ഇപ്പോഴും ഏറ്റവും അത്യാവശ്യമുള്ളത് ബാക്കിയുള്ളതുണ്ടല്ലോ ഈ ഒരു വണ്ടിയാണ്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ പെട്രോളിന്റെ വില കൂടുതലിനനുസരിച്ചിട്ടുള്ള മൈലേജ് തരുന്ന ഒരു മുതല് CT ആണ്. നമുക്ക് CT എല്ലാവർക്കും അറിയാം. CT പുതിയ മോഡലാണ്, പുതിയ വർഷം 110 cc ആണ്. ഇത് 110X പറയും. 2022 മോഡലാണ്. 22 ഏകദേശം എത്ര റേറ്റ്? 60 രൂപക്ക് നമുക്ക് 60 പറയുന്നുണ്ട്. നമുക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു 10 രൂപ അത് 50 രൂപയിലുള്ള ലോൺ കിട്ടുന്നുണ്ട്. 10 രൂപ നമുക്ക് 10,000 രൂപ 15,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. 22 അത് വേറൊന്നല്ല അങ്ങോട്ട് നോക്കിയത്. ഒരു യമഹ പോകണ നമ്മൾ ആരായാലും നോക്കില്ലോ. അത് റോട്ടോട് ഒരെണ്ണം പോകണ്ടായിരുന്നു. അത് പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയത്. പിന്നെ പ്ലാറ്റിന അത് മൈലേജ് കിങ് ആണ്. അത് 2022 മോഡല്. മൈലേജ് നമുക്ക് അറിയാം 90 കിലോമീറ്റർ മൈലേജ്. പിന്നെ അതിന്റെ അത്ര മൈലേജ് പിന്നെ വേറെ 2022 പ്ലാറ്റിന. അത് 60 ചോദിക്കുന്നുണ്ട്. അതെന്താ പറഞ്ഞത്? ഷൈൻ ആണ്. ഷൈൻ്റെ നമ്മള് അവിടെ SP കണ്ടു. CB ഷൈൻ അതെ കുറച്ച് വില കൂടും. നമുക്ക് 2018 മോഡലാണത്. അപ്പൊ അത് ഒരു 32 കിലോമീറ്റർ ഓട്ടം ഉണ്ട്. മൈലേജ് നമുക്ക് ഒരു 50-55 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. പ്രൈസ് വരുന്നത് 45 രൂപയാണ്. 2018 CB ഷൈന് കൊടുക്കാൻ പറ്റും. 45 രൂപ. നമ്മുടെ CD Deluxe പഴയ CD Deluxe ഹീറോ ആണെന്ന് കണ്ടാൽ HF Deluxe അതിന്റെ പുതിയ വർഷം 2020 മോഡലാണ്. നമുക്കൊരു 55 രൂപ ചോദിക്കും. 55 സ്പ്ലെൻഡർ നമുക്ക് 2021 ആണ്. നമ്മൾ 22 കണ്ടു. 21 മോഡലാണ്. നമുക്കൊരു 58 രൂപക്ക് 58 രൂപ. ഇതിപ്പോ നമ്മുടെ ഹോണ്ടയുടെ യൂണിക്കോൺ ആണല്ലോ. യൂണിക്കോണിന്റെ 160 cc ആണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് പോണത്. യൂണിക്കോണിന്റെ 160 നമുക്ക് അത്യാവശ്യം നമുക്ക് 50 ലിറ്റർ മൈലേജോ നല്ല മൂവിംഗ് ഉള്ള വണ്ടി തന്നെയാണ്. പ്രൈസ് അത് ഇപ്പോ 2018 മോഡൽ നമുക്ക് ഒരു 40 രൂപക്ക് യൂണിക്കോൺ 160 കൊടുക്കാം. 150 നമുക്ക് പക്ഷെ അതുപോലല്ല, അത് വില കൂടും. അത് കാരണം നമ്മൾ എടുക്കുന്നത് നല്ല വിലക്കാണ്. 150 cc 18 മോഡലാണ് 160 40 രൂപ. TVS റാഡിയോൺ മോഡൽ. റാഡിയോൺ പുതിയൊരു ഇറങ്ങുന്നില്ല. അതിന്റെ പുതിയൊരു ഇത് 2022 ആണ്. നമുക്കൊരു 58 രൂപക്ക് റാഡിയോൺ കൊടുക്കാം. നല്ല മൈലേജ് ഉണ്ടോ? കാരണം ഇത് ഓട്ടുമ്പോ തന്നെ നമുക്കൊരു പവറിന്റെ ഒരു പവർ സൗണ്ട് വണ്ടിയോട് അത്യാവശ്യം മൈലേജ് ഉണ്ട്. അത് നമുക്കൊരു 80 ലിറ്റർ മൈലേജ് ഉണ്ടാവും. 22 ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഇത് ഷൈൻ്റെ CB തന്നെയാണ്. 2019 മോഡൽ 36 കിലോമീറ്റർ ഓട്ടം. ചിറ്റൂർ രജിസ്ട്രേഷൻ ആണ്. നമുക്ക് 2019 നമുക്കൊരു 52 രൂപ കൊടുക്കാം. പിന്നെ നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് മൈലേജ് ആയാലും ലുക്കിനായാലും എല്ലാം കൊണ്ടുള്ള ഒരു മോഡൽ 2012 മോഡലാണ് പൾസർ 1. ഏകദേശം വില വരുന്നുണ്ട്. ഒരു 22 രൂപ കൊടുക്കും. 22 രൂപ കൊടുക്കും. 2012 മോഡൽ കേട്ടോ. ടയേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. സാധാരണ ഈ 2012 ഓണർഷിപ്പുകൾ 6-7 മാറി മാറിയിട്ട് വരാറുണ്ട്. പിന്നെ നമ്മുടെ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് അല്ലേ? ബുള്ളറ്റിന്റെ 2020 മോഡൽ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ്. ഓക്കെ. അത് എങ്ങനെയാണ് റേഞ്ച് വരുന്നത്? ഇത് നമുക്ക് റേറ്റ് നമുക്കൊരു 2020 1.10 കൊടുക്കാം.
പാലക്കാട് രജിസ്ട്രേഷൻ തന്നെയാണ്. ഓക്കെ. നമുക്ക് 31,000 കിലോമീറ്റർ ഓട്ടുണ്ട്. 31,000 കിലോമീറ്റർ ഓട്ടുണ്ട്. എല്ലാം ഷോറൂം സർവീസ് തന്നെ നമ്മളെല്ലാം കാരണം എൻഫീൽഡ് ഒക്കെ എടുക്കുമ്പോൾ നമ്മള് ഇവിടെ അടുത്ത് തന്നെ PVR സർവീസ് നമുക്ക് അവിടെ തന്നെ എല്ലാ സർവീസ് ചെക്ക് ചെയ്ത് എടുക്കുള്ളൂ. അല്ല ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ടോ? കാരണം നമ്മള് ഒരു പാർട്ടി എടുത്തതിന് അവര് ആദ്യം നേരെ കൊണ്ടുവന്ന ഷോറൂമിലാണ് ഇതിന്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്യാനേ. അപ്പൊ നമ്മൾ ആദ്യം ചെക്ക് ചെയ്തിട്ട് അതിനൊന്നും വേണ്ടി നമ്മൾ പാർട്ടിയോട് ഓപ്പൺ ആയി പറയും നമ്മൾ എടുക്കുന്ന വണ്ടികൾ എല്ലാം ചെക്ക് ചെയ്ത് എടുക്കുള്ളൂ. PVR തന്നെ എല്ലാ ഷോറൂം സർവീസ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഫുൾ കമ്പനി സർവീസ് വണ്ടി 2020 മോഡൽ വണ്ടി. ഓക്കെ. വെറും 31,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ. പിന്നെ ഇത് വരുന്നത് നമുക്ക് എൻഫീൽഡ് എലക്ട്ര മോഡലാണ്. 2017 മോഡൽ. 2017 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയാണ്. നമുക്ക് ഒരു 20,000 കിലോമീറ്റർ ഓട്ടം ഉള്ളൂ. ഓട്ടം കുറവാണ്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 20,000 കിലോമീറ്റർ ഓട്ടം ഉള്ളൂ. ഓക്കെ. നമുക്ക് പറയണത് ഒരു 90 രൂപ കൊടുക്കാം. 90 രൂപയ്ക്ക് കൊടുക്കാനായിട്ട് ഡൗൺ പേയ്മെന്റ് ഒരു 20 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 2017. വണ്ടി വലിയ റഫായിട്ടോ കാര്യങ്ങളൊന്നും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കൊണ്ട് അധികം ഇളകി. അതെ. പിന്നെ ഇപ്പൊ നമ്മുടെ ഹോണ്ട ഹൈനസ് അതിപ്പോ ബുള്ളറ്റിന് ഈ വണ്ടി ഇറങ്ങിയ ശേഷം കൂടുതൽ ഒരു ബുള്ളറ്റ് അല്ലാതെ ഈ വണ്ടി കാരണം 350 cc തന്നെയാണ്. ഒരു നല്ല ഓട്ടും നല്ല പെർഫോമൻസ് കാറിൽ പോകുന്ന ഓടിക്കാനും നല്ലൊരു സുഖം കാര്യങ്ങളല്ല. നല്ല റിവ്യൂ ആണ് ഇതിനൊക്കെ പറയുന്നത് കസ്റ്റമേഴ്സ് യൂസ് ചെയ്തിട്ട്. 2000 നമുക്ക് മോഡൽ വരുന്നത് 2021 പുതിയതിന് നമുക്ക് 280 വരെ ഉണ്ട്. ഇത് നമുക്ക് 20,000 കിലോമീറ്റർ ഓട്ടുണ്ട്. 20,000 കിലോമീറ്റർ ഓട്ടുണ്ട്. 2021 മോഡലാണ്. നമുക്ക് പാർട്ടിക്ക് നമുക്ക് ഒരു 158 രൂപ കൊടുക്കാം. പുതിയതിന് 250 ഉണ്ട്. നമുക്ക് 250 നേരിട്ട് എന്തെങ്കിലും ചെറിയ നെഗോഷിയേഷൻസ് ഇവിടുന്ന് കിട്ടുന്നതാണ്. ഇപ്പൊ 140 വരെ നമുക്ക് ലോൺ കിട്ടുന്നുണ്ട് കേട്ടോ. 140 വരെ ഇതിന് ലോൺ കിട്ടുന്നുണ്ട്. ഇതിപ്പോ റേറ്റ് ഇതിൽ പറയണത് നോക്കണ്ട എന്താന്ന് വെച്ചാൽ അവർക്ക് ഒരു ഏകദേശം റേറ്റ് ആണ് പറയാൻ പറ്റുള്ളൂ. കാരണം കുറെ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണല്ലോ ഓരോരുത്തർ. അത്യാവശ്യം മൈലേജും തരുന്നുണ്ട്. ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ R15 അതുപോലെ എക്സ്പൾസും കാര്യങ്ങളൊക്കെ. ഇനി അതിന്റെ ഒരു ഡീറ്റെയിൽസ് ചോദിച്ചാൽ ഒരു 3 വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് വേർഷൻ 3 ആണ്. നമുക്ക് മോഡൽ വരുന്നത് 2021 ആണത്. 21 മോഡലാണ്. കിലോമീറ്റർ ഇത് നമുക്ക് ഓട്ടം വന്നിട്ട് 28,000 കിലോമീറ്റർ ഓടിയുണ്ട്. വേർഷൻ 3 ആണ്. നമുക്ക് പാർട്ടിക്ക് നമുക്കൊരു 143 ലെവലിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. എക്സ്പൾസ് 200 4V ആണ്. 2V ഉണ്ട്, നമുക്ക് 4V ഉണ്ട്. 4V ആണ് നമുക്ക് മൂവിങ് ആയിട്ടുള്ളൂ. ഇതാകുമ്പോ നമുക്ക് 2000 മോഡൽ നോക്കുകയാണെങ്കിൽ 2023 ആണ്. 23 മാർച്ച് ആണ്. ഇത് നമുക്ക് പ്രൈസ് കൂടെ പറയുന്നത് 150 ആണ്. 23 ആണ് കിലോമീറ്റർ. അതെ കിലോമീറ്ററും കുറവല്ലേ? കിലോമീറ്റർ നമുക്ക് ആ ഓട്ടം കുറവ് 12,000-13,000 കിലോമീറ്റർ ഓടി. 23 6 മാസം വണ്ടി ഏകദേശം 13,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇത് നമുക്ക് വേർഷൻ 4 ആണ്. V4 V3 കണ്ടത് V4 2022 മോഡലാണ്. നമ്മളൊരു 170 ചോദിക്കുന്നുണ്ട്. 14,000 കിലോമീറ്റർ ഓട്ടം. പിന്നെ ഇനി നമുക്ക് ഇവിടുന്ന് റോഡിലൊക്കെ ഈ സൈഡിലൊക്കെ ഇവരുടെ വണ്ടികളെയാണ് ഇരിക്കുന്നത്. പാലക്കാട്ടത്തെ ഇപ്പോഴത്തെ ചൂടറിയാലോ. അത് കാരണം കൊണ്ട് ഇതൊക്കെ ചെറുതായിട്ട് കാണിച്ചു തരാം. നേവി ഉണ്ട്, അതുപോലെ പ്ലഷർ ഉണ്ട്, സ്വിഷ്, റേഡ്, നമ്മളവിടെ റേസെഡ് ആര് കണ്ടു. അതിന്റെ മുമ്പ് ഇറങ്ങിയിട്ടുള്ള റേസെഡ്, പിന്നെ വിഗോ. വിഗോ ഒക്കെ എങ്ങനെയാണ് റേറ്റ്? വിഗോ അത് 2019 മോഡലാണ് കേട്ടോ. മൈലേജ് ഉണ്ട്. കാരണം നമുക്ക് TVS മെയിൻ ആയിട്ട് മൈലേജ് വിഗോ 2019 ആണ്. ഇത് നമുക്കൊരു 42 രൂപ ചെയ്ത് കൊടുക്കാം. 19 മോഡൽ. 2019 മോഡലാണ്. DX ആണ്. DX മീൻസ് അതിന്റെ ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ട്. സാധാ മീറ്റർ ഡിജിറ്റൽ മീറ്റർ. അത് DX കൊണ്ട് നമുക്ക് ഒരു ഉദ്ദേശിക്കുന്നത് 2019 ആണ് മോഡൽ. 55 രൂപ നമുക്ക് 19 കിലോമീറ്റർ നമുക്ക് 23,000 കിലോമീറ്റർ. അതുപോലെ നമ്മുടെ എല്ലാവരും വണ്ടി കിടക്കാനൊക്കെ ഉദ്ദേശിച്ചിട്ട് സ്കൂട്ടറായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു മോഡാണ് ഏപ്രില. നമ്മുടെ 150 cc ആണ്. 150 ആണ്. 2018 മോഡലാണ്. ഒരു 42 രൂപ. കിലോമീറ്റർ ഏകദേശം എത്ര ഓടിയുണ്ട്? നമുക്ക് 34,000 കിലോമീറ്റർ 34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് അവിടെ ഇപ്പൊ ഡെസ്റ്റിനി, ഡിയോ കാര്യങ്ങള്, വിഗോ 220 ഒക്കെ ഇരിക്കുന്നുണ്ട്. 220 നമുക്ക് 2013 ഉണ്ട്. നമുക്കൊരു 26 രൂപ 13 220 24 രൂപയ്ക്ക് 220 കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ ക്ലാസിക്, അതുപോലെ ഡിയോ, അങ്ങനെയുള്ള വിഗോ കുറെ വണ്ടികൾ ഇരിക്കുന്നുണ്ട്. വെയില്
വണ്ടികള് 2016 ക്ലാസ്സിക്ക് പോയിട്ടുണ്ട്. 2016 ക്ലാസ്സിക്ക് നമുക്ക് ഒരു 85 രൂപ കൊടുക്കാൻ പറ്റും. ബ്ലാക്ക് കളറാണ്, പാലക്കാട് രജിസ്ട്രേഷൻ, ഒരു സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇന്നിപ്പോ ഇല്ല, അല്ലെങ്കിൽ ആ വണ്ടി കാണിച്ചു തരായിരുന്നു. കിലോമീറ്റർ ഏകദേശം അത് നമുക്കൊരു 38 അടുത്ത് ഓടിയുണ്ട്. 2016 അല്ലേ, 40,000 അടുത്ത് ഓടിയിട്ടുണ്ട്. ഓട്ടം കുറവ് തന്നെയാണ്. സർവീസ് ഒക്കെ ചെക്ക് ചെയ്ത പക്കിയാണ്. ആ വണ്ടി ഇപ്പൊ ഇല്ല. എന്റെ അപ്പുറത്തേക്ക് വണ്ടി സൈഡിക്ക് പോവാത്ത വേറെ ഒന്നല്ല, വെയിലാണ്. ഇവിടെ നിൽക്കാനായിട്ട് പറ്റും, കരിഞ്ഞു പോകും. അങ്ങനത്തെ വെയില പാലക്കാട്ടത്തെ പോയത്ത്. അത് കാരണം കൂടെയാണ് അപ്പുറത്തേക്ക് കിടക്കാത്തത്. പിന്നെ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള 2014 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഒന്നാണ്. നമുക്ക് ഒരു എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. ഒരു പട്ടാളക്കാർ, അതായത് പട്ടാളക്കാരന്റെ പേരുള്ള വണ്ടിയാണ്. ഡോക്ടർ യൂസ് എന്നൊക്കെ പറഞ്ഞ പോലെ 2014 സിംഗിൾ ഓണർ. നമുക്കൊരു 30 രൂപ ക്ലാസ് കൊടുക്കാൻ പറ്റും. 30 രൂപ. 14 സിംഗിൾ ഓണർ, ആക്റ്റീവ 125. കിലോമീറ്റർ 28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ. പിന്നെ അതുപോലെ തന്നെ ആക്റ്റീവ അതേ മോഡൽ തന്നെ. നമുക്ക് നോർമൽ HT വണ്ടി 110cc 32,000 കിലോമീറ്റർ ഓട്ടമുള്ള വണ്ടി. 2014 നമുക്കൊരു 29 രൂപ കൊടുക്കാം. 29 രൂപയ്ക്ക് കൊടുക്കാം. ഇതൊക്കെ റീപെയിന്റോ കാര്യങ്ങളോ? പെയിന്റിങ് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്നെ എല്ലാം സ്പ്രേ പെയിന്റിങ്, അവരുടെ സ്പ്രേ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് തരുള്ളൂ നമ്മൾ. കാരണം ചെറിയ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അവിടെ ഇവിടെ ടച്ച് വെച്ചാൽ പാണ്ട് പോലെ. അപ്പൊ ടോട്ടൽ ഒന്ന് ഫിനിഷ് ചെയ്യും. അപ്പൊ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുത്താൽ 14 അല്ലേ, എന്തായാലും ചെറിയൊരു പെയിന്റിങ് ചെയ്താൽ ഈ വെയിലത്തെ കളർ, ഈ കളറൊക്കെ പെയിന്റ് നിൽക്കില്ല. ബാലൻസിങ് കിട്ടുന്ന ഈ പെപ്പിലാണ്. മൈലേജ് നമുക്കൊരു 45 കിട്ടും. 2019 ആണ്. കിലോമീറ്റർ വന്നിട്ട് 26,000 കിലോമീറ്റർ ഓടിയുണ്ട്. റേറ്റ് നമുക്കൊരു 2019 ഒരു 38 രൂപ കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സ്ട്രീക്ക്, ഇതും വണ്ടി അടിപൊളി വണ്ടി തന്നെയാണ്. മൈലേജും TVS തന്നെ വേറെ കുറച്ചത് 2009 ആണ്. ഇതിപ്പോ തിങ്കളാഴ്ച ടെസ്റ്റ് ആണ്. നമ്മൾ ടെസ്റ്റ് കാണിച്ച് പാർട്ടിക്ക് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് മെയിനായിട്ട് ആവശ്യമുള്ള വണ്ടിയാണ് ഇത് പുതിയ മോഡലാണ്. 2022 ആണ്. സെൽഫുള്ള ടൈപ്പാണ്. ഇത് നമുക്ക് കിലോമീറ്റർ ഓട്ടം വന്നിട്ട് ആകെ 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2022 7,000 കിലോമീറ്റർ ആണ് ആകെ ഓടിയിട്ടുള്ളൂ. നമുക്ക് പ്രൈസ് വരുന്നത് 40 രൂപയാണ് ചോദിക്കുന്നത്. ഒരു ഡൗൺ പേയ്മെന്റ് ഒരു 5 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്കൂട്ടേഴ്സ് ആണ് അവൈലബിൾ കുറവുണ്ടാവുക. കാരണം ബൈക്സ് ആണ് കൂടുതലായിട്ട് അവൈലബിൾ ഉണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ സ്കൂട്ടേഴ്സ് ആണ്. ഇപ്പൊ അടുത്ത സെക്ഷനിലേക്ക് വന്നപ്പോൾ വീണ്ടും സ്കൂട്ടേഴ്സ്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കി നോക്കാം. ഇതിപ്പോ മാസ്ട്രോ എഡ്ജ് ആണ്. മാസ്ട്രോന്റെ എഡ്ജ് 2021 മോഡലാണ്. 16,000 കിലോമീറ്റർ ഓട്ടം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ലേഡീസ് യൂസ് ചെയ്ത വണ്ടിയാണ്. നമുക്ക് പ്രൈസ് ഇവിടെ പറയുന്നത് 54,000 രൂപ. ഫിനാൻസ് നമുക്ക് 45 കിട്ടും. ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് നമ്മൾ പറഞ്ഞത് 10,000 ഡൗൺ പേയ്മെന്റ്. പിന്നെ നമുക്കിപ്പോ സിസ്കിന്റെ അവനീസ് മോഡലാണ്. അതെ, ഇത് 4,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2023 ആണ്. 23 മോഡലാണ്. 2023 മോഡൽ 4,000 കിലോമീറ്റർ ഓടും. ഇത് ഏകദേശം എത്ര റേഞ്ച്? 85 പറയും. നമുക്ക് ഫിനാൻസ് നമുക്കൊരു 70 വരെ പഠിക്കുള്ളൂ. അതിനും ഒരു 10 രൂപ 12 രൂപ നമുക്ക് വേണ്ടി വരും. 75 പറയുന്ന പോലെ പാർട്ടി കുറയ്ക്കുന്നു എല്ലാവരും വണ്ടിക്കും. പിന്നെ നമ്മുടെ ഹോണ്ടയുടെ DS ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ നമുക്ക് ഓട്ടം വന്നിട്ട് 19,000 കിലോമീറ്റർ ആണ്. 19,000 കിലോമീറ്റർ. 2022 ആണ് മോഡൽ വരുന്നത്. പാലക്കാട് രജിസ്ട്രേഷൻ തന്നെയാണ്. പ്രൈസ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇവിടെ പറയണത് 75 ആണ് പ്രൈസ്. നമ്മള് അവിടെ 23 കണ്ടു. ഇത് 2021. നമുക്ക് ഓട്ടം 19,000 കിലോമീറ്റർ. പാലക്കാട് രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2021 നമ്മളോട് പ്രൈസ് ഇവിടെ പറയണത് നമുക്ക് ലാസ്റ്റ് ഒരു 66 രൂപ കൊടുക്കാൻ പറ്റും. ഫിനാൻസ് നമുക്ക് മാക്സിമം ഒരു 55 കിട്ടും. 10 രൂപ 15 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഡിയോ ഇത് 2020 മോഡലാണ്. കിലോമീറ്റർ നമുക്ക് 18,000 കിലോമീറ്റർ. അതെ, ഡബിൾ കളർ വരുന്ന മോഡലാണ്. പിന്നെ നമുക്ക് നമ്മളവിടെ റേസെറ്റാറിന്റെ കണ്ടു, ഹൈബ്രിഡ് കണ്ടു. ഫാസിനോ ഹൈബ്രിഡ് എഡിഷൻ ഞാൻ പറഞ്ഞ 125 മൈലേജ് 65 കിലോമീറ്റർ മൈലേജ് ഉണ്ടോ. മെയിൻ ആയിട്ട് ഇതിന്റെ ഇതാണ് ഹൈബ്രിഡ് ആണ് ഇതിന്റെ വണ്ടിയുടെ മെയിൻ. 2021 ആണ്. നമുക്ക് ചിറ്റൂർ രജിസ്ട്രേഷനിലാണ് വരുന്നത്. കിലോമീറ്റർ 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ.
പിന്നെ വീണ്ടും അടുത്തത് ആക്റ്റീവ, വെയിറ്റ് ആക്റ്റീവ 2019 മോഡല്. അത് ആക്റ്റീവിന്റെ 5G. അതെ അതെ. ഇതാകുമ്പോ നമുക്ക് 18,000 കിലോമീറ്റർ ഓടും. നമുക്കിവിടെ ഇതൊക്കെ നമുക്ക് പ്രൈസ് 2062 രൂപ കൊടുക്കാൻ പറ്റും 19 വണ്ടി. അതെ. പിന്നെ സ്കൂട്ടി പെപ്പ് ആണെങ്കിൽ നമ്മൾ 2019 കണ്ടു. ഇതിപ്പോ 2021 2020 മോഡല്. ഇതൊക്കെ ഏകദേശം ഒരു 16-18 ഓടിയിട്ടുള്ളൂ. ഇതിപ്പോ 2020 ഇവിടെ പറയുന്നത് 46 രൂപയാണ്. 2021 കറക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 58, 52, 53 ആ ലെവൽ വരുന്നത്. ഇതിൽ ഓട്ടം കുറവാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സ്കൂട്ടി പെപ്പ്. ഇവിടെ ലേഡീസ് പൊതുവെ വന്നാൽ കൂടുതൽ ഓട്ടി പഠിക്കാനും അതെ. പിന്നെ ഇവിടെ തന്നെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. അവര് കയ്യിലുള്ള വണ്ടി നമ്മൾ എക്സ്ചേഞ്ച് വേണമെങ്കിൽ നമുക്ക് ഒരു വണ്ടി കൊടുക്കാം. പെപ്പ് പറഞ്ഞത് സെസ്റ്റ് മോഡലാണ്. പക്ഷെ സെസ്റ്റ് ഇറങ്ങി ഇവിടെ പെപ്പ് നിർത്തിയില്ലേ, എല്ലാവർക്കും പെപ്പ് തന്നെ മതി എന്നുള്ള ഒരു ഇതായി. സെസ്റ്റ് പറഞ്ഞ എന്തായാലും 2-3 വർഷം ഇറക്കിയേ പറ്റുള്ളൂ. പഴകാലം ഇത്രയും സ്റ്റോക്കല്ലേ. പെപ്പ് എന്തായാലും പിന്നെ ഇറങ്ങി വരുന്നത് ഉറപ്പാണ്. വണ്ടിയുടെ പുതിയ മോഡൽ ആ ഒരു ടൈപ്പ് മുതൽ ഇറങ്ങി തുടങ്ങി. ഇയേഴ്സ് കഴിഞ്ഞിട്ട് ശേഷം ഇറങ്ങി തുടങ്ങിയിട്ടുള്ള മുതലാണ്. അതെ അതെ. അത് കാരണം കൊണ്ട് ഇതും വെയിറ്റ് കുറവാണ്, വെയിറ്റ് ഹൈറ്റ് കുറവാണ്. പഠിക്കാൻ ബാലൻസിങ് വരുന്നത് കേട്ടോ. അവർക്ക് ധൈര്യത്തോടെ ഓടിച്ചിട്ട് പോകാൻ പറ്റുന്ന വണ്ടി. എത്ര ഓട്ടി പഠിച്ചവരാണെങ്കിലും ആ പെപ്പ് കയ്യിലുള്ളപ്പോ അവർ കൊടുക്കില്ല. അവർക്ക് ആ ഒരു ബാലൻസിങ് യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ കൃഷ്ണ മോട്ടോഴ്സിലത്തെ വണ്ടികളൊക്കെ ഏകദേശം കണ്ടു. ഇനി അടുത്ത ഓണറിനെയും കൂടി പരിചയപ്പെടാം. നന്ദേട്ടൻ എന്നാണ് ഓണറുടെ പേര്. നന്ദേട്ട ഹായ്. നന്ദേട്ടൻ ഏകദേശം ഒരു 14 വർഷമായിട്ട് പാലക്കാട് ഇവിടെ ഷോപ്പായിട്ടുണ്ട്. നന്ദേട്ടൻ്റെ അടുത്ത് നമുക്ക് ബാക്കി നമ്മുടെ കടയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നൈസ് ആയിട്ടൊന്ന് അറിയാം. നന്ദേട്ടാ, നമുക്ക് നമ്മുടെ ഷോപ്പിൽ ഇപ്പൊ എല്ലാ മോഡലുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഏകദേശം എല്ലാ മോഡലും അവൈലബിൾ ആണ്. ഇല്ലാത്തത് പിന്നെ വേറെ നമ്മള് ചെയ്തു കൊടുക്കും. ഏകദേശം നമുക്ക് 14 വർഷത്തെ എക്സ്പീരിയൻസ്, 14 വർഷത്തോളായി ഇവിടെ നമ്മുടെ ഷോപ്പ് കസ്റ്റമറുടെ സപ്പോർട്ട് ഉള്ള കാരണമാണ് അത് നിലനിന്ന് പോകുന്നത്. ഓക്കെ. വേറെ പിന്നെ നന്നായിട്ട് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകണം വണ്ടി കൊടുക്കുക ഏകദേശം എത്ര നാൾ നമുക്ക് ചെക്കിംഗ് വാറന്റി കാര്യങ്ങൾ. അതായത് ഇപ്പൊ നമുക്ക് കൊടുക്കുമ്പോ മാക്സിമം എല്ലാതും കഴിഞ്ഞിട്ടാ കൊടുക്കാറ്. എല്ലാം ഇവിടെ തന്നെ 10 വർഷത്തോളം വർക്ക് ചെയ്ത, ഹോണ്ടയിൽ വർക്ക് ചെയ്ത മെക്കാനിക് എല്ലാവരും ഉണ്ട്. അപ്പൊ അവരെല്ലാവരും മാക്സിമം എല്ലാം ചെക്ക് ചെയ്തിട്ടാ കൊടുക്കാറ്. പിന്നെ അഥവാ നമ്മൾ കാണാത്ത വല്ല ഉണ്ടെങ്കിൽ അതൊരു മാസത്തിന്റെ ഉള്ളിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് ബാറ്ററി ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കും. കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷന് നമുക്ക് മുഖ്യം. ഇനി പ്രോഫിറ്റ് കുറഞ്ഞാലും വരണം മാത്രമാണ്. അറിയാലോ, നിങ്ങളിപ്പോ തന്നെ ഈ 100 റോഡിൽ എത്ര കടകൾ ഉണ്ടെന്ന് അറിയാം. മാക്സിമം നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു. പിന്നെ നമുക്ക് ഏകദേശം ഇപ്പൊ ഇവിടെ വണ്ടികൾ എത്ര രൂപ 10,000 രൂപ മുതലൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ 10,000 രൂപ അടച്ചാൽ നമുക്ക് 2023 വണ്ടി വരെ ഇറക്കി കൊടുക്കാൻ പറ്റും. അതിനുള്ള ലോൺ ഫെസിലിറ്റി, അതേപോലെ ലോൺ എല്ലാം മറ്റേതുപോലെ ഹിഡൻ ചാർജ് ഇതൊന്നും ഇല്ല. മാക്സിമം ഒരു 30 മിനിറ്റിന്റെ ഉള്ളിൽ വണ്ടി റിലീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ലോണിന്റെ സെക്ഷനിൽ അവർ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു. പിന്നെ നമുക്കിപ്പോ ഇവിടെ വണ്ടികൾ എടുക്കുന്നത് നമുക്കിപ്പോ വണ്ടി ഇങ്ങോട്ട് എടുക്കുന്നുണ്ടോ അതോ എക്സ്ചേഞ്ച് വണ്ടികൾ എടുക്കുന്നുണ്ട്. ചിലവർക്ക് ടെസ്റ്റ് ആയ വണ്ടികളൊക്കെ മാറ്റണം എന്നുണ്ടാവും. അങ്ങനത്തെ ഉള്ള വണ്ടികള് എല്ലാ വണ്ടികളും എക്സ്ചേഞ്ച് എടുക്കാം. ഫിനാൻസ് ഓൾ കേരള ചെയ്ത് കൊടുക്കും. ചിലപ്പോ ചിലവര് വണ്ടി ഓട്ടി പഠിച്ചവരായിരിക്കും, സ്കൂട്ടേഴ്സ് പോലത്തെ ഉള്ളത്. അപ്പൊ അവർക്ക് വീട്ടിലേക്ക് ഓടിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളത് അവരുടെ വീടുകളിൽ എത്തിച്ചു ഡെലിവറി എത്തിച്ചു. അതെല്ലാം ഫ്രീ ആണ് കേട്ടോ. പിന്നെ നമുക്കിപ്പോ ഏറ്റവും ഇപ്പൊ ഒരു വണ്ടി എടുത്തിട്ട് പോകുമ്പോ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും അതിപ്പോ കൊറേ സീസൺ ഉണ്ടല്ലോ. നമ്മളിപ്പോ ഡിസംബർ സമയത്ത് കൊടുത്തു. ഇനി ഓഫേഴ്സ് ആയിട്ട് ഹെൽമെറ്റ്, സ്കൂട്ടേഴ്സിനാണെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ പിന്നെ മെയിൻ ആയിട്ട് ഞാൻ ചോദിച്ചത് നമുക്കിപ്പോ ഏതൊരാൾക്ക് വണ്ടി എടുക്കാനായിട്ട് വരും. സാധാരണ കുറെ പേർക്ക് വണ്ടിയെ കുറിച്ച് അറിയുന്നില്ല. അപ്പൊ അവര് കുറെ പേര് മെക്കാനിക്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിയിട്ട് അപ്പൊ അത് ചിലപ്പോ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ഒന്നും വരില്ല. അങ്ങനെ ആരെങ്കിലും ഇപ്പൊ ഒരാൾ മെക്കാനിക്കിനൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വണ്ടി ചെക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മതമാണ്? നമുക്ക് ഞാൻ
തന്നെ അതായത് പറയണത് അവര് കൊണ്ടുവരണം. അപ്പൊ നമുക്ക് ഒരു സമാധാനം അവര് ചെക്ക് ചെയ്തിട്ട് എടുത്തിട്ട് പോയി തന്നെ യാതൊരു വിധമില്ല. അവർക്ക് ട്രയൽ നോക്കി സാറ്റിസ്ഫൈ ആയിട്ട് എടുത്താൽ ഇല്ലല്ല. അത് ഞാൻ പറയണത് അവർക്ക് പരിചയമുള്ള മെക്കാനിക്കന്മാരുണ്ടെങ്കിൽ അവരെ കൂട്ടിയിട്ട് വന്ന് ട്രയലൊക്കെ ചെയ്ത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇതിപ്പോ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അസുഖം ഏകദേശം റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അതിനെക്കാട്ടും ഒന്നും കൂടി റേറ്റിംഗ് അത് നമുക്ക് അറിയാതെ ഞാൻ മാക്സിമം കസ്റ്റമറെ ആഡ് ചെയ്യാനാണ് നോക്കണത്. അപ്പൊ മാക്സിമം കുറവാക്കിയിട്ട് ചെയ്തിട്ട് അതെ അത് മാക്സിമം ചെയ്തു കൊടുക്കാം. എന്നെ കൊണ്ട് പറ്റാവുന്ന അങ്ങനെയാണെങ്കിൽ പിന്നെ അത് കുഴപ്പമില്ല. മാക്സിമം നമുക്കിപ്പോ ഇവിടെ സ്കൂട്ടേഴ്സ് ഒരുവിധം ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയി. അതായത് ഇപ്പൊ നമ്മുടെ ഇതിലെ സ്കൂട്ടേഴ്സ് ഒരുപാട് പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ ചെറുപ്പക്കാരും സ്കൂട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ബൈക്ക് കുറവാ പോകുന്നു. പിന്നെ നമ്മുടെ ഈ ഷോപ്പ് ആക്ച്വലി ഏത് ലൊക്കേഷനിലായിട്ടാണ് വരുന്നത്? പാലക്കാട് നൂറിനെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ബൈക്കിന്റെ സെന്റർ വന്ന് നൂറിനെയാണ്. നൂറിന് നമ്മുടെ HP പെട്രോൾ പമ്പിന്റെ അടുത്താണ് എന്റെ കടയുള്ളത്. നേരെ സൂര്യ ഹൈറ്റ്സിന്റെ ഓപ്പോസിറ്റ്, സൂര്യ ഫ്ലാറ്റിന്റെ സുസ്കിന്റെ ഷോറൂമിന്റെ ഓപ്പോസിറ്റ് പെട്രോൾ പമ്പിന്റെ അതേ ലൈനിൽ. തീർച്ചയായിട്ടും വാട്സപ്പില് ഇനിയിപ്പോ ആ സമയത്ത് എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വാട്സപ്പ് മുഖാന്തരം ചെയ്താൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്തു കൊടുക്കും. ചിലപ്പോ എല്ലാ കോളും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ചിലപ്പോ വാട്സപ്പില് അയച്ചു തരികയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഷുവർ ആയിട്ട് അയച്ചു കൊടുക്കും. അതായത് നേരത്തെ ഓഫറിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇനിയിപ്പോ വീണ്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആരെയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ വീണ്ടും ആ ഒരു ഓഫർ ഹെൽമെറ്റും എന്റെ കാര്യങ്ങളും എന്തെങ്കിലും കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സ്കൂട്ടേഴ്സിനാണെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ കൊടുക്കാം. ബൈക്കിനാകുമ്പോ ഹെൽമെറ്റ് ഫ്രീ. ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും. അതും കൂടി കേട്ടോ നന്നായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഇനി വരുന്ന കസ്റ്റമേഴ്സിന് നമ്മുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റോ അല്ലാന്നുണ്ടെങ്കിൽ സ്കൂട്ടേഴ്സിനാണെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോളോ ഇവിടുന്ന് അടിച്ചു കൊടുക്കണം. കാരണം പെട്രോളിന്റെ ഹെൽമെറ്റ് ഒക്കെ അല്ല, പെട്രോളിന്റെ വിലയാണ് ഏറ്റവും കൂടുതൽ. പെട്രോൾ അടിപ്പിച്ച് അതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് എളുപ്പമല്ല ഇപ്പോഴത്തെ പെട്രോളിന്റെ വില. അപ്പൊ എന്തായാലും നന്നായിട്ട് താങ്ക്സ്. അതുപോലെ തന്നെ എന്തായാലും വണ്ടിയുടെ കഴിവുകൾ സെറ്റ് ആവട്ടെ. അപ്പൊ ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ കൃഷ്ണ മോട്ടോഴ്സിന്റെ ബൈക്കിന്റെ ഒക്കെ ഫിനാൻസ് ചെയ്യുന്ന ഒരു ചേട്ടനാണ്. ഇതുപോലെ തന്നെ 3-4 കമ്പനികൾ വേറെ ഉണ്ട്. അപ്പൊ ഈ ചേട്ടൻ്റെ അടുത്ത് നമുക്ക് ഏകദേശം കുറച്ച് വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കിയേക്കാം. ചേട്ടാ, നമുക്ക് ഇപ്പോ വണ്ടികൾ എങ്ങനെയാണ്? ഒരുവിധം വണ്ടികൾക്കൊക്കെ 2015 തൊട്ടിട്ടല്ലേ പറഞ്ഞത്? അതെ, 2015 മുതലുള്ള എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് ഓൾ കേരള ഫിനാൻസ് അവൈലബിൾ ആണ്. പിന്നെ അതിന് ഫസ്റ്റ് ഇപ്പൊ ഡൗൺ പേയ്മെന്റ് ഏകദേശം എത്ര? ഒരു 10,000 രൂപ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ റേഞ്ചിൽ തന്നെ അടച്ചാൽ മതി. പിന്നെ 90% നമ്മൾ ഫണ്ട് ചെയ്യും. 90% നമ്മൾ ഫണ്ട് ചെയ്യും. നമുക്കിപ്പോ ഒരു ലോങ് ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും മുൻകൂട്ടി അയച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ എല്ലാം ചെക്ക് ചെയ്ത് വെക്കും. അപ്പൊ ആള് വന്നത് നമുക്ക് സൈൻ ചെയ്ത് വണ്ടി എടുത്ത് പോകാനായിട്ട്. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ലോങ് എന്നൊക്കെ വന്ന് നമുക്ക് ചിലപ്പോ നിൽക്കേണ്ട ആവശ്യമില്ല. മുൻകൂട്ടി അയച്ചു തരാണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ ചെയ്തു കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. ഇക്കാന്റെ ഫിനാൻസിന്റെ പേര് മാക്സിം. ഓക്കെ, പേരെന്തൊക്കെയാണ്? ഓക്കെ ഏട്ടാ, താങ്ക് യു. ഇത് സുഹൈലിക്ക. അതുപോലെ തന്നെ എന്തൊക്കെ ഫിനാൻസിന്റെ പേര്? ബൈക്ക് ബസാർ. ഏറ്റവും കുറവ് ഡോക്യുമെന്റ്സ് വേണ്ട ഒരു ഫിനാൻസ് ആണ്. നമുക്കിപ്പോ അതിന് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റും കാര്യങ്ങളും? കമ്പ്യൂട്ടർ വെഹിക്കിളാണെങ്കിൽ 90% ലോൺ സ്പോർട്സ് ബൈക്ക് ആണെങ്കിൽ 85% വരെ ചെയ്യാം. അത് ഓൾ കേരള ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് ഏകദേശം ഭാഗത്ത് കുറഞ്ഞുണ്ടോ ഓൾ കേരള ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഡോക്യുമെന്റേഷൻസ് വളരെ കുറവാണ്. നമുക്ക് പ്രൂഫ് ആയിട്ട് വേണ്ടത് ഇപ്പൊ കസ്റ്റമറിന്റെ ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ അഡ്രസ് പ്രൂഫ് ആയിട്ട് ഇലക്ട്രിസിറ്റി ബില്ല്. ഇതാണ് നമുക്ക് ഏകദേശം 1/2 മണിക്കൂറിൽ നമുക്ക് എല്ലാ ഡോക്യുമെന്റ്സ് കഴിഞ്ഞ് കൊടുക്കാൻ പറ്റും. ഇപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഇതിലത്തെ വണ്ടിയുടെ അതുപോലെ തന്നെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇവരുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. പാലക്കാട് നൂറുണിയാണ് ഷോപ്പ് ഉള്ളത്. HP പമ്പിന്റെ ഒക്കെ അടുത്ത് ആയിട്ട് കൃഷ്ണ മോട്ടോഴ്സ്. നന്ദനാണ് ഓണറുടെ നെയിം. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിന്റെ വീഡിയോയിലും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.
താങ്ക് യു.